ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. മിക്ക വീടുകളിലും കാണുന്ന ഒരു ഐറ്റമാണ് കറിവേപ്പില. നമുക്ക് കറികളിൽ ചേർക്കാൻ മാത്രമല്ല, കഴിച്ചാൽ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണമുള്ള ഒരു ഐറ്റമാണ് കറിവേപ്പില. വീട്ടിൽ വേപ്പില നല്ലപോലെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടിപ്പിലേക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ ഇമ്മ്യൂണിറ്റിയൊക്കെ കൂട്ടാനും ഒക്കെ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് നമ്മുടെ കറിവേപ്പില. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കെമിക്കലൊന്നും അടിക്കാതെ നല്ല ഫ്രഷായിട്ട് നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ വളം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ തലേ ദിവസത്തെ ചോറ് 1 കപ്പ് എടുക്കുക. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അതുപോലെ അരച്ചെടുക്കാൻ പാകത്തിനുള്ള കഞ്ഞിവെള്ളവും എടുത്തു വയ്ക്കുക. ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ വെള്ളം പോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് നമ്മളൊന്ന് പുളിപ്പിക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പം നമ്മൾ തലേദിവസം അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലേക്ക് ആകുമ്പോഴത്തേക്കും നന്നായിട്ട് പുളിച്ച് കിട്ടും. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു പിറ്റേ ദിവസം വൈകിട്ട് വരെ നമുക്ക് വെച്ച് കൊടുക്കാം. ഈ വെള്ളമാണ് നമ്മൾ വേപ്പിലയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഇത് എങ്ങനെയാണ് ഒഴിക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ കറിവേപ്പിൻ്റെ ചെടിയുടെ കീഴിൽ പച്ചക്കറി വേസ്റ്റ് എല്ലാം നമുക്ക് നേരത്തെ ഇട്ടിട്ട് മണ്ണിടാം. അതിനുശേഷം ഈ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്തരത്തിൽ നമുക്ക് ആഴ്ചയിൽ 1 ഇടവിട്ട ദിവസങ്ങളിൽ നമ്മളിങ്ങനെ തയ്യാറാക്കുന്ന വളമാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കറിവേപ്പിൻ്റെ ചെടിയെല്ലാം നല്ല പോലെ വളർന്നു വരുന്നതാണ്. അതിപ്പോൾ നമുക്ക് ചട്ടിയിൽ നമ്മൾ വളർത്തുന്നവരാണെങ്കിലും അല്ലാതെ വലിയ മരമായിട്ടൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെ വളർത്തുന്നവരാണെങ്കിൽ പോലും നമുക്ക് ഈ വളം ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടിപ്പ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം. അതുപോലെ നമ്മുടെ ചാനലിൽ കറിവേപ്പിലയുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ചട്നിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കണം. നമ്മുടെ തലമുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഈ കറിവേപ്പില ചട്നി.